ഹലോ ഓൾ, പേജ് നമ്പർ 265 വാല്യുവേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആപ്പിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ദ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് വിൽ ബി നോമിനൽ ആൻഡ് ടെമ്പററി. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിൻ്റെ വാല്യൂയിലുള്ള ചേഞ്ച് താൽക്കാലികം മാത്രമാണ്. Therefore, the value of SAP determined on the basis of difference in the present values of the fixed and floating legs is predominantly dependent on the value of the fixed rate bond. അപ്പോൾ പ്രധാനമായിട്ടും ഫിക്സ്ഡ് റേറ്റ് ബോണ്ടിനെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. The value of the bond with fixed rate payments will be equal to sum of coupon payments and the notional principal amount discounted at an appropriate rate. The discount rate to be used for each coupon payment is known from the term structure of interest rates. ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിലേക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വി സി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിലേക്ക്, സി ഐ കൂപ്പൺ പേയ്മെൻറ്റ് അറ്റ് ടൈം, എൻ നമ്പർ ഓഫ് പീരീഡ്സ് റിമൈനിങ്, ആർ ഐ ഡിസ്കൗണ്ട് റേറ്റ് ഫോർ പീരീഡ്, പി എന്ന് പറയുന്നത് നാഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ നോക്കാം. ഫ്ലോട്ടിംഗ് ലെഗിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. വി എഫ് ഈക്വൽ ടു F1 by 1 plus R1 plus P by 1 plus R1. വി എഫ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഫ്ലോട്ടിംഗ് ലെഗ്, F1 നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പി എന്ന് പറയുന്നത് നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട്, R1 ഈക്വൽ ടു ഡിസ്കൗണ്ട് റേറ്റ് ഫോർ പീരീഡ് 1. Thus the value of the SAP for one receiving fixed and paying floating will be equal to the differential of the fixed leg and floating rate cash flows. Thus the value of SAP for one receiving fixed and paying floating will be equal to the differential of the fixed leg and floating rate cash flows. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് വാല്യൂ ഓഫ് SAP ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് കൂപ്പൺ ബോണ്ട് മൈനസ് പി വി ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് കൂപ്പൺ ബോണ്ടിൽ നിന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SAPൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ഓർ വി എസ് ഈക്വൽ ടു വി സി മൈനസ് വി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ രണ്ട് ഇക്വേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വി സി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ലെഗും, വി എഫ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഫ്ലോട്ടിംഗ് ലെഗും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വാല്യൂ ഓഫ് SAP. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Let us consider an example of valuation of SAPs assuming it to be pair of bonds. Assume that 2 years ago firm A has entered a 5-year interest rate SAP where it receives fixed 8% and pays Mumbai Interbank offer rate plus 1%. For simplicity of exposition, we assume annual payments. There are 3 remaining annual payments. രണ്ട് ബോണ്ടുകളുള്ള ഒരു SAPൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഇയർ മുമ്പ് ഒരു ഫേം എ 5-year ഇൻട്രസ്റ്റ് റേറ്റ് SAPൽ എൻ്റർ ചെയ്യുകയും ഫിക്സ്ഡ് 8% അതിൽ നിന്ന് ലഭിക്കുകയും മുംബൈ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ് പ്രകാരം പ്ലസ് 1% പേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി there are 3 remaining annual payments ഇനി ബാക്കിയുണ്ട്. Since the time of the SAP, the interest rates have moved upwards, causing the value of the SAP to change. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് SAPൻ്റെ വാല്യൂവിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ വാല്യൂ ഓഫ് ദ SAP വാസ് 0 2 years ago when it was set up. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 2 വർഷം മുന്നേ ആ ഒരു SAPൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു. Assume that the payment of the floating rate determined one period advance is at rate of 9.5%. ആ ഒരു ടൈമിൽ മുംബൈ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ് പ്രകാരം 8.5% ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ റേറ്റ് എന്ന് പറയുന്നത്. ദ ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആസ് ഓൺ 2 days ആസ് ഫോളോസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ആ ഒരു 3 വർഷത്തേതാണ് ഈ ഒരു ടൈമിലെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 1 ഇയറിൽ 10%, സെക്കൻഡ് ഇയറിൽ 10.5%, മൂന്നാമത്തെ ഇയർ 11%. ഈ ഒരു നിരക്കിലാണ് ഇപ്പോഴത്തെ സ്ട്രക്ചർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സൊല്യൂഷൻ നോക്കാം. We find the value of the floating rate bond for an assured principal payment of ₹100 by discounting the interest and the principal at 10%. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആണ്.
അപ്പോൾ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനായിട്ട് 109.5 ഡിവൈഡഡ് ബൈ 1.10 ഇങ്ങനെ വരാനുള്ള കാരണം നമ്മൾ നേരത്തെ വി എഫിൻ്റെ ഇക്വേഷൻ പറഞ്ഞിരുന്നു. F1 ഡിവൈഡഡ് ബൈ 1+R1 പ്ലസ് P ബൈ 1+R1. F1 എന്ന് പറയുന്നത് നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അപ്പോൾ നമ്മുടെ ഈ 109.5 വരാൻ കാരണം നമ്മുടെ 100 നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻട്രസ്റ്റ് വരുന്നത് 9.5 ആണ്. അത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് വരുന്നത്. ഡിവൈഡഡ് ബൈ 1.10 വരാൻ കാരണം 1+R1 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ 3 ഇയറിലെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 11%. അത് രണ്ടും തമ്മിൽ കൂട്ടുമ്പോഴാണ് ആ 1.10 വന്നിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ₹99.545 ആണ്. ഇനി വി സി കാണണം. വി സി എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ലെഗാണ്. വി സി കാണാൻ നമുക്കൊരു ഫിക്സഡ് ആയിട്ട് 8% അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ 3 ഇയറിലേക്ക് നോക്കുമ്പോൾ 8/1 + 0.10 ആ ഒരു 0.10 വരുന്നത് ഫസ്റ്റത്തെ ഇയറിൽ 10%, രണ്ടാമത്തെ ഇയറിൽ 10.5%, മൂന്നാമത്തെ ഇയറിൽ വരുന്നത് 11%. ആ ഒരു നിരക്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ലെഗ് നമ്മൾ ആ ഒരു ഇതിൽ കണ്ടു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 92.793 ആണ്. അപ്പോൾ നമുക്ക് സാപ്പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് കൂപ്പൺ ബോണ്ടിൽ നിന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ സാപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ വി എഫ് കണ്ടിട്ടുണ്ട്, സെക്കൻഡ് വി സി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വി സിന്ന് വി എഫ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് -6.752 കിട്ടി. അപ്പോൾ ദ സാപ്പ് ക്യാൻ ബി ക്യാൻസൽഡ് ഇഫ് ഫേം എ പേസ് ₹6.752. അപ്പോൾ ഈ ₹6.752 ഫേം എ അങ്ങോട്ട് പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സാപ്പ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. വാല്യുവേഷൻ ഓഫ് കറൻസി സാപ്സ്. അപ്പോൾ ഒരു സാപ്പിന് ഒരു പെയർ ബോണ്ടെന്ന് കണക്കാക്കിയിട്ടാണ് കറൻസി സാപ്പിൻ്റെ കേസിൽ വാല്യുവേഷൻ നടക്കുന്നത്. സോ ദ പ്രൈസ് ഓഫ് സാപ്പ് വിൽ ബി ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറൻറ്റ് വാല്യൂ ഓഫ് ബോത്ത് ദ ബോണ്ട്സ്. അപ്പോൾ ആ രണ്ട് ബോണ്ടുകൾ തമ്മിലുള്ള ആ രണ്ട് ബോണ്ടിൻ്റെയും കറൻറ്റ് വാല്യൂയിലുള്ള ഡിഫറൻസിനെയാണ് സാപ്പിൻ്റെ പ്രൈസ്. സാപ്പിൻ്റെ പ്രൈസ് ഈ രണ്ട് ബോണ്ടിൻ്റെയും കറൻറ്റ് വാല്യൂയിലുള്ള ഡിഫറൻസ്. One denominator in the foreign currency and another in the local currency. Then the value of currency swap may be expressed as below. Vs equal to Vf minus Vi. അപ്പോൾ Vs എന്ന് പറയുന്നത് വാല്യൂ ഓഫ് കറൻസി സ്വാപ്പ്. Vf denotes the value of foreign currency. Vi എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ലോക്കൽ കറൻസി ബോണ്ട്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് us consider a flat rate of interest in India and the USA. The US rate is 3% per annum and Indian rate is 8% per annum. Both the rates being compounded continuously. The Axis Bank has entered into a currency swap where it receives 7.5% per annum in Indian currency and 4% per annum in US dollars. The principal amount in both the currencies are ₹5 lakh and $75 lakh. The swap period is for 2 years and current exchange rate is $1 equal to ₹50. അപ്പോൾ നമുക്കിനി സൊല്യൂഷൻ നോക്കാം. അപ്പോൾ കറൻസി സ്വാപ്പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് Vs ഈക്വൽ ടു Vf മൈനസ് Vi. Vf എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഫോറിൻ കറൻസി ബോണ്ട്, Vi എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ലോക്കൽ കറൻസി ബോണ്ട്. അപ്പോൾ ഇത് തമ്മിൽ നമ്മളുടെ ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് വരുന്നത് ₹169.9461. അതാണ് നമ്മുടെ സാപ്പിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇഫ് ആക്സിസ് ബാങ്ക് വേർ ടു പേ $US ആൻഡ് റിസീവ് Indian rupees, the value of the currency swap would have been ₹169.9461. ക്രോസ് കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് സാപ്പ്. ഈ ഒരു സാപ്പ് കറൻസി സാപ്പിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് സാപ്പിൻ്റെയും ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സാപ്പാണിത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് to convert a liability in one currency with a stipulated type of interest payment into one denominator in another currency with a different type of interest payment. The most common form of cross currency interest rate swap converts a fixed rate liability in one currency into floating rate liability in second currency. The same structure happens for asset swap. സ്റ്റിപ്പുലേറ്റഡ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ഉള്ള ഒരു കറൻസിയിലെ ലയബിലിറ്റി മറ്റൊരു കറൻസിയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ഉള്ള ഒരു കറൻസിയിലേക്ക് മാറ്റാൻ ഉള്ള ഒരു ഇതിലാണ് ക്രോസ് കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്
ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതേ സ്ട്രക്ചർ തന്നെയാണ് അസറ്റ് സാപ്പിനും ഉള്ളത്. ജനറിക് ഓർ എക്സോട്ടിക് സാപ്സ്. ഇപ്പോൾ നിലവിൽ ഒരുപാട് ന്യൂ ജനറേഷൻ സാപ്സ് എമർജ് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് അൺയൂഷ്വൽ ഫീച്ചേഴ്സ് ആൻഡ് ദ സ്ട്രക്ചേഴ്സ് ആർ വെരി കോംപ്ലക്സ്. അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റാൻഡേർഡ് സാപ്സ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ്, ഹെഡ്ജിങ്, അസറ്റ് റീപാക്കിംഗ്, ക്രെഡിറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ക്ലയൻറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടത്താനായിട്ട് അവരുടെ കൂപ്പൺ, നോഷണൽ, അക്രൂവൽ ആൻഡ് കലണ്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സാപ്പാണിത്. അത്തരം സാപ്പുകളെയാണ് ഈ ഒരു നൺ ജനറിക് സാപ്പ് എന്ന് അല്ലെങ്കിൽ എക്സോട്ടിക് സാപ്പ് എന്ന് പറയുന്നത്. ദീസ് സാപ്സ് ആർ കോമ്പിനേഷൻ ഓഫ് സാപ്സ്, ബോൺസ് ആൻഡ് മെനി അതർ പൊട്ടൻഷ്യൽ എലമെൻറ്റ്സ് ലൈക്ക് ക്രെഡിറ്റ് റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇവയൊക്കെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു നൺ ജനറിക് ഓർ എക്സോട്ടിക് സാപ്പ് എന്ന് പറയുന്നത്. എല്ലാ നൺ ജനറിക് സാപ്പുകളെ ഫസ്റ്റ് ജനറേഷൻ നൺ ജനറിക് സാപ്പ് എന്നും സെക്കൻഡ് ജനറേഷൻ നൺ ജനറിക് സാപ്പ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഫസ്റ്റ് ജനറേഷൻ നൺ ജനറിക് സാപ്പ് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫോർവേഡ് സ്റ്റാർട്ടിംഗ് സാപ്പാണ്. ദിസ് ഇസ് എ സ്വാപ്പ് എഗ്രിമെൻറ്റ് ക്രിയേറ്റഡ് ത്രൂ ദ സിന്തസിസ് ഓഫ് ടു സാപ്സ് ഡിഫറിംഗ് ഇൻ ഡ്യൂറേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഫുൾഫില്ലിംഗ് ദ സ്പെസിഫിക് ടൈം ഫ്രെയിം നീഡ്സ് ഓഫ് എ ഇൻവെസ്റ്റർ. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ഇൻവെസ്റ്ററിൻ്റെ സ്പെസിഫിക് ടൈം പരിധി അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഡ്യൂറേഷന് ഡിഫറൻസ് ഉള്ള രണ്ട് സാപ്പുകളുടെ സിന്തസിസിലൂടെ ക്രിയേറ്റ് ചെയ്ത ഒരു സാപ്പാണ് ഫോർവേഡ് സ്റ്റാർട്ടിംഗ് സാപ്പ്. ഈ ഒരു സാപ്പിന് മറ്റൊരു പേരാണ് ഡിലേഡ് സ്റ്റാർട്ട് സാപ്പ് അഥവാ ഡിഫേർഡ് സ്റ്റാർട്ട് സാപ്പ്. ദിസ് സാപ്പ് ഈസ് മീൻ ഫോർ പ്രൊട്ടക്ഷൻ ഇൻ ഫ്യൂച്ചർ. ഇനി സെക്കൻഡ് വൺ റോളർ കോസ്റ്റർ സാപ്പാണ്. ഈ സാപ്പിൽ ഫ്ലോട്ടിംഗ് റേറ്റ് ലയബിലിറ്റി ഫിക്സ്ഡ് റേറ്റ് ലയബിലിറ്റിയിലേക്കോ തിരിച്ചോ അങ്ങനെ രണ്ടും കൺവേർട്ട് ചെയ്യുന്നതിലൂടെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് മാറ്റാൻ സാധിക്കും. ഈ റോളർ കോസ്റ്റർ സാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ പാർട്ടിയുടെ സൈക്ലിക്കൽ ഫിനാൻസിങ് നീഡ്സോ അല്ലെങ്കിൽ അതർ റിക്വയർമെൻറ്റ്സോ നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് പ്രീ ഡിറ്റർമൈൻഡ് പീരീഡിൽ പേയ്മെൻറ്റ്സുകളുടെ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സീസണൽ സാപ്പാണ് ഈ ഒരു റോളർ കോസ്റ്റർ സാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നെക്സ്റ്റ് അമോർട്ടൈസിങ് സാപ്പാണ്. ഇതൊരു ഇൻട്രസ്റ്റ് റേറ്റ് സാപ്പാണ്. ഇതിൽ സാപ്പിൻ്റെ ലൈഫിൽ പ്രീ സ്പെസിഫൈഡ് പോയിൻ്റ് ഓഫ് ടൈമിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കുറഞ്ഞു വരുന്ന ഒരു സാപ്പാണ് അമോർട്ടൈസിങ് സാപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അക്രീറ്റിംഗ് സാപ്പാണ്. ഇത് അമോർട്ടൈസിങ് സാപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഈ ഒരു സാപ്പിൻ്റെ ലൈഫിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ടൈമിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടുന്നു. നേരത്തെ അമോർട്ടൈസിങ് സാപ്പ് കുറയാണ്, ഇവിടെ അക്രീറ്റിംഗ് സാപ്പ് കൂടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോൺസ്റ്റൻറ്റ് മെച്യൂരിറ്റി സാപ്പാണ്. ഒരു സാപ്പിൻ്റെ ഫ്ലോസിൻ്റെ ഡ്യൂറേഷൻ ഫിക്സ് ചെയ്യാൻ പർച്ചേസറിനെ അലോ ചെയ്യുന്ന ഒരു സാപ്പാണ് ഈ ഒരു കോൺസ്റ്റൻറ്റ് മെച്യൂരിറ്റി സാപ്പ്. ഈ ഒരു സാപ്പ് yield കർവും ലോങ് ഡേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്കും ഇതെല്ലാം എഫിഷ്യൻ്റ്ലി ഹെഡ്ജ് ചെയ്ത് കൊണ്ടുപോകാനും ഈ ഒരു സാപ്പ് നോക്കുന്നുണ്ട്. ഈ ഒരു സാപ്പ് കൊണ്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ഇൻ അരിയർ സാപ്പാണ്. ദിസ് ഈസ് എ സാപ്പ് ദാറ്റ് പേയ്സ് ആൻഡ് റീസെറ്റ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം തന്നെ പേയും റീസെറ്റും ചെയ്യുന്ന ഒരു സാപ്പാണിത്. യൂഷ്വലി there is a 2 business day delayed between the reset and the pay dates. Next Kondo SAP ആണ്. It is also called differential SAP or DIS SAP. Thought the two legs uses rates of different denominator currency. All the payments are done in one currency. അപ്പോൾ ഇതിൽ പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ കറൻസിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പേയ്മെൻറ്റ്സ് എല്ലാം നടക്കുന്നത് ഒറ്റ കറൻസിയിലാണ്. ഈ ഒരു സാപ്പ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്കവിടെ കറൻസി എക്സ്പോഷർ റിമൂവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ലെവറേജ്ഡ് സാപ്പ് ആണ്. ഇൻ എ ലെവറേജ്ഡ് സാപ്പ് ദ കൗണ്ടർ പാർട്ടി ഓൺ ദ ഫ്ലോട്ടിംഗ് ലെഗ് മേക്സ് പേയ്മെൻറ്റ്സ് വിച്ച് ആർ എ മൾട്ടിപ്പിൾ ഓഫ് എ ഫ്ലോട്ടിംഗ് ബെഞ്ച് മാർക്ക്. നെക്സ്റ്റ് പവർ സാപ്പ്. This is a contract between two parties wherein the floating rate payer pays the floating rate square or cubic or any power of the rate of the counterparty. അപ്പോൾ ഇതിൽ പറയുന്നത് പോലെ തന്നെ ഫ്ലോട്ടിംഗ് റേറ്റ് പെയർ ഫ്ലോട്ടിംഗ് റേറ്റ് സ്ക്വയറോ അല്ലെങ്കിൽ ക്യൂബിക്കോ ഓർ റേറ്റ് ഓഫ് പവറോ കൗണ്ടർ പാർട്ടിക്ക് നൽകുന്ന ആ ഒരു രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് ഈ ഒരു പവർ സ്വാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓവർനൈറ്റ് ഇൻഡെക്സ് സ്വാപ്പ് ആണ്. ദീസ് were introduced in early 1990s. This is a fixed for floating interest rate swap with the floating rate leg tied to an index of daily interbank rates or overnight or call money index. അപ്പോൾ ഇതുവരെ പറഞ്ഞത്
ഫസ്റ്റ് ജനറേഷൻ നൺ ജനറിക് സാപ്സ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ നൺ ജനറിക് സാപ്സ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള സെക്കൻഡ് ജനറേഷൻ നൺ ജനറിക് സാപ്സുകളാണ് ഇൻഡെക്സ് അമോർട്ടൈസിങ് സാപ്പ്, റേഞ്ച് അക്രൂവൽ സാപ്സ്, കൊറിഡോർ സാപ്പ്, ചൂസർ സാപ്പ് ഓർ സാപ്ഷൻസ്, വാരിയർ സാപ്പ്, ഡിജിറ്റൽ സാപ്പ്, ആൻഡ് ലാസ്റ്റ് വൺ ഏഷ്യൻ സാപ്പ്. താങ്ക് യു ഓൾ.